സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സൂര്യൻ താമസിച്ചാണ് ഉദിക്കുന്നത്. രാത്രിയുടെ നീളം കൂടുതലാണ്. അക്കരെയുള്ള കാഴ്ചകൾ അതിമനോഹരം. ആ തേയിലച്ചെടികളൊക്കെ ആ മലയിലെങ്ങനെ ഒട്ടിച്ചു വെച്ച പോലുള്ളൊരു കാഴ്ച കേട്ടോ. നല്ല മഴയുള്ളപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ. ഇപ്പോൾ അത് വളരെ നേർത്ത രീതിയിലാണ് കാണാൻ പറ്റുള്ളൂ. ഇത് മലങ്കര എസ്റ്റേറ്റുകാരുടെയാണ് ഈ കാണുന്ന തേയിലത്തോട്ടം. ഉദയസൂര്യൻ്റെ വെളിച്ചം അടിച്ചിട്ട് തേയില അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് കേട്ടോ. വ്യൂ ഗാലറിയാണ്. ഇവിടെ നമുക്ക് താഴോട്ട് അക്കരെ റോഡ്, അതിൽ വരുന്ന വാഹനങ്ങൾ ഒക്കെ കാണാവുന്നതാണ്. നമ്മുടെ ഒരു KSRTC അതിൽ കയറി വരുന്നുണ്ടോ. ഒരുപാട് ദൂരത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ റോഡ് പണി തീർത്ത പിന്നെ ശബരിമല തീർത്ഥാടകർക്കൊക്കെ എളുപ്പവഴിയായിട്ടുണ്ട്, നല്ല റോഡുമായിട്ടുണ്ട്. ആ മലകളുടെ ഇടയ്ക്ക് നമ്മൾ ആ കാണുന്ന കെട്ടിടം അതൊരു റിസോർട്ടാണ്. നമ്മൾ താഴെ കണ്ട ആ KSRTC ഓടി ഇവിടെ എത്തി കേട്ടോ. ഈ കാണുന്ന പാറകളൊക്കെ പൊട്ടിച്ചാണ് ഇവിടെ ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ താഴോട്ടുള്ള വ്യൂ കണ്ട ഒരു വ്യൂ ഗാലറിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് താഴോട്ടൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ചെറിയ കട കാണാം കേട്ടോ. അവർ ഈ വഴിയെ വരുന്ന ചെറിയ ചെറിയ യാത്രക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചായയും വെള്ളവും കാപ്പിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അവരുടെ ഉപജീവനമൊക്കെ കഴിച്ചു പോകുന്നൊരു പ്രസ്ഥാനമാണിത്. സൂര്യനെ ഉദിച്ചു വന്നിട്ട് നല്ലൊരു പ്രകാശമൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കാനും കൈലാസഗിരി മലനിരകളൊക്കെ ഇവിടുന്ന് കാണാവുന്നതാണ്. പക്ഷെ അവിടേക്ക് വെളിച്ചത്തിൻ്റെ നല്ല കുറവുണ്ട്. ഏത് വേനൽക്കാലത്ത് വന്നാലും ഇവിടെ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. അത് ഏലപ്പാറയുടെ മാത്രം പ്രത്യേകതയാണ്. ഏലപ്പാറ ടൗണിൻ്റെയും ആ പള്ളിയുടെയൊക്കെ കാഴ്ചകൾ കുറേശ്ശെ നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഏലപ്പാറ ടൗണ്, ഏലപ്പാറ ടൗണിൻ്റെ കാഴ്ചകൾ തന്നെയാണ്. ഇത് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും. വലത്തോട്ട് കിടക്കുന്ന റോഡ് വാഗമണിനും ഇടത്തോട്ട് കിടക്കുന്ന റോഡ് കുമളി, കോട്ടയം, കുട്ടിക്കാനമൊക്കെ പോകുന്ന വഴി. ഏലപ്പാറയിൽ നിന്നും വാഗമണിലേക്ക് പോകുന്ന ബസ്സാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഒരുവിധം എല്ലായിടത്തും റോഡ് നല്ല രീതിയിൽ പണിതിട്ടുണ്ട് കേട്ടോ. ഏലപ്പാറ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച. അതോടുകൂടി ഇക്കരെ നമുക്ക് അടിപൊളി തേയിലത്തോട്ടവും കാണാവുന്നതാണ്. അതിനോട് ചേർന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീഡിയോ കുറച്ച് ഓടിക്കഴിഞ്ഞ് ഇടയിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളെ കാണുന്നതല്ലല്ലോ അതിൻ്റെ ഒരു രസം. നമ്മൾ ഈ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയല്ലേ. പിന്നെ ഞാനിന്നിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ. ഏലപ്പാറ വാഗമണ്ണ് വഴി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിക്കുന്നത്. ഒരു ഇന്ന സ്ഥലം എന്നുള്ളൊരു ധാരണയൊന്നുമില്ല. പോകുന്ന വഴി ഈ രാവിലെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മൾ ഏലപ്പാറ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് റോഡ് കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോഴേ ഈ സൈഡിലൊക്കെ വളരെ മനോഹരമായ തേയിലച്ചെടികളുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക. മോളിക്കൂടെ കുട്ടിക്കാരൻ റോഡൊക്കെ പോകുന്ന കാണാം. അവരതിന് ഈ മോൾവശത്തൊരു അവിടെ ഒരു വ്യൂ ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ലഭിക്കുക. ഈ റോഡിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് ഒരു പാലവും പിന്നെ DTPCയുടെ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മേലെപ്പെരിന്തറ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. മേലെപ്പെരിന്തറ കീഴപ്പെരിന്തറ. അതിൻ്റെ അങ്ങേ അറ്റത്തൊരു അമ്പലമൊക്കെ ഉണ്ടേ. ആ പോകുന്ന വഴിക്ക് ഒരുപാട് പഴയ ലൈൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും. പിന്നെ നമ്മളിങ്ങോട്ട് കടന്നു വന്ന ഏലപ്പാറ വാഗമൺ റോഡും അതും മനോഹരമായൊരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. DTPCയുടെ റെസ്റ്റോറൻറ്റ്.
ഇന്ന് സൂര്യനൊരു പവറില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. സൂര്യന് പവർ ഉണ്ട് കേട്ടോ, മഴക്കാറുള്ളതുകൊണ്ടാണ്. ഇത് ടൈഫോയിഡ് എസ്റ്റേറ്റുകാരുടെ തോട്ടമാണ് കേട്ടോ. നമുക്കിതിൽ കുറച്ച് കൂടെ ഒന്ന് മാറി നോക്കാം. വളരെ മനോഹരമായ രീതിയിൽ ഈ തേയിലക്കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മുടെ ആനവണ്ടി പോകുന്നുണ്ടോ. ഇവിടെ ഒരു പഴയ ഒരു കിണറോ കുളമോ ഒക്കെ പോലെ ഉണ്ട്. പക്ഷെ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ മഹാമോശമായിട്ട് കിടക്കുക. ടൈഫോയിഡ് എസ്റ്റേറ്റുകാരുടെ തോട്ടം തന്നെയാണ്. ഇത് കഴിഞ്ഞിടയ്ക്ക് ഒരു കവാത്തൊക്കെ ചെയ്തതായിരുന്നു. കവാത്ത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തളുപ്പ് കയറി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊളുന്ത് എടുക്കാറായിട്ടില്ല. ഈ മേഖലയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മരമൊക്കെ വെട്ടി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കും നമുക്ക് കാണാം. തടി ഡിപ്പോയാണോ എന്താണെന്ന് അറിയത്തില്ല. അതോ ഇനിയിപ്പോൾ ഇവിടെ ഒരു വല്ല പ്രസ്ഥാനം തുടങ്ങാൻ പോകുകയാണെന്ന് അറിയില്ല. വാഗമണിലൊക്കെ കെട്ടിടങ്ങളൊക്കെ പെട്ടെന്ന് കയറി വരുന്നത് ഉണ്ടോ. കുറേ തടിയെല്ലാം വെട്ടി മുറിച്ച് കൂട്ടിയിട്ടിരിക്കും. വാഗമണിലേക്കുള്ള റോഡ് ഇത് ശരിക്കുമുള്ള പൈൻമരമാണോ? ഈ വഴി വരുമ്പോൾ ഈ പള്ളി ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അവിടെ സ്റ്റാർ, കുറേ ഫ്ലാഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വാഗമണ് പോകുന്ന വഴിക്കുള്ള ബൊണാമി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു CSI പള്ളിയൊക്കെ പുതുക്കി പണിതുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. വാഗമണിലേക്ക് നമ്മൾ വരുന്ന വഴി ഇപ്പോൾ പുതിയ ഒരുപാട് കെട്ടിടങ്ങളും പ്രസ്ഥാനങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം അക്വാ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. കുറേ വെള്ളം കൊണ്ടുള്ള പരിപാടികളാണ്. കളർഫുള്ളായിട്ടുള്ള കുറേ വാട്ടർ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. 10 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്കൊരു ഷോ ഒക്കെ കാണിക്കും. അവരെ ടിക്കറ്റ് 100 രൂപ വെച്ചാന്ന് തോന്നുന്നു. ഇനി നമുക്ക് മുന്നോട്ട് വാഗമണിൻ്റെ മൊട്ടക്കുന്നുകൾ കാഴ്ചകളാണ് വരാനുള്ളത് കേട്ടോ. തേയിലച്ചെടികളുടെ കാഴ്ചകൾ, ഒരുവിധം കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. വാഗമൺ മൊട്ടക്കുന്നുകൾ നമുക്ക് ഇങ്ങ് ദൂരേന്ന് തന്നെ കാണാവുന്നതാണ്. അതുപോലെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ആ കുന്നിൻ്റെ മുകളിൽ കണ്ടോ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലെ കാണുന്നത്. വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രൻസിൽ ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ. എത്ര വാഹനങ്ങളാണ് കിടക്കുന്നത് നോക്കി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ ആദ്യത്തെ എൻട്രൻസ് ഇതായിരുന്നു കേട്ടോ. ഇപ്പം ഇതിലെ ആളെ അങ്ങനെ കയറ്റി വിടുന്നില്ല, അപ്പുറത്തൂടെയാണ് കയറുന്നത്. അവിടെ തന്നെ ഇപ്പം 10 മണിയായിട്ടേ അത് ഓപ്പൺ ആവുള്ളൂ. 10 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സമയം 8:30 ആയതേ ഉള്ളേ. ഈ വഴിക്ക് ക്ലോസ് ആക്കിയിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ അവർ നടപ്പാത റോഡെല്ലാം കല്ല് പാകിയിരിക്കുകയാണ്. കല്ലെല്ലാം ഇളകി കിടക്കുന്നതുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് റിപ്പയറാണ്. പിന്നെ ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറിയാൽ റൈഡുകൾ ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്ത സാധനം ഒന്നും ഓപ്പൺ ആവില്ല. കാറ്റ് കൂടുതലാണെങ്കിൽ അപകടമായിരിക്കും. വാഗമണിലെ പശു വളർത്ത് കേന്ദ്രമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പശുക്കളുണ്ട്. ഗവൺമെൻറ്റിൻ്റെയാണ്. പുറത്തുനിന്ന് ആരെയും അങ്ങോട്ട് കയറ്റുകയില്ല. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് അവിടെ. അപ്പോൾ അവിടുന്ന് വെയിലിങ്ങോട്ട് ചെരിഞ്ഞടിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കെട്ടിടങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വാഗമൺ പൈൻ വാലിയിലേക്കുള്ള എൻട്രൻസ് ആണ്. രാവിലെ തിരക്ക് കുറവാണ്. ഇവിടുന്ന് വീണ്ടും നമുക്ക് മനോഹരമായൊരു തേയില ഗാർഡൻ കാണാം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഈ തേയില ഇങ്ങനെ ഈ വഴിക്ക് ഇരുവശവും അങ്ങനെ നിൽക്കുന്നതാണ്. വാഗമണിലായിട്ട് അവിടെ ഇപ്പോൾ മുട്ടിഞ്ഞ കാറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കാറ്റിപ്പോൾ ഇവിടെ തകർന്നു മാറിക്കൊണ്ട് പോകും. ഓക്കെ, കാറ്റത്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ വാഗമൺ മുട്ടക്കുന്നുകളുടെ ഭംഗി ആഗോള കാണാനാണ് ഇവിടുത്തെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാറ്റാന്ന് നോക്കിയേ. ഇത് തങ്ങൾപ്പാറ ജംഗ്ഷനാണ് വാഗമണിലെ. ഇടത്തോട്ട് കിടക്കുന്ന വഴി ആ വാഹനം കിടക്കുന്നുണ്ട്. അത് തങ്ങൾപ്പാറയ്ക്കും നേരെ കിടക്കുന്ന വഴി വാഗമണിലേക്കും. ഇപ്പം നമ്മൾ വാഗമൺ മൊട്ടക്കുന്ന് ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ വാഗമൺ മെഡോസൊക്കെ കാണാം.
അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ. വാഗമണിലേക്ക് ഇന്നൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ, ഗസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ടേ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ഇത് അടച്ചിട്ടിരിക്കുകയുള്ളൂ. ഒരു പേരുണ്ട് കേട്ടോ, മാമൻ്റെ കട. വാഗമണിലെ റിസോർട്ടുകളും ഉണ്ട്, എന്തുമാത്രമാണ് നോക്കി. വാഗമണിലെ തങ്ങൾപ്പാറ ആ കാണുന്നത്, അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ദൂരത്തിലത് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ താഴ്വാരത്തിൽ കുറേ നല്ല തേയിലത്തോട്ടങ്ങളുമുണ്ട്. വാഗമണിലെ ഓഫ് റോഡ് ജീപ്പുകൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇവിടെയാണ്. തൊടുപുഴയ്ക്ക് നേരെ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തോട്ട്. ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു ഏരിയ കാഴ്ച കാണാം കേട്ടോ. ആബേൽ ഭവനമൊക്കെയാണ് അവിടെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമുക്ക് വാഗമണിൻ്റെ കുറേ മൊട്ടക്കുന്നുകളും അതുകൊണ്ട് കുരിശുമലയൊക്കെ അവിടെ കാണാം. ഒരുപാട് റിസോർട്ടുകൾ ഇരിക്കുന്ന കാണാം. മുരുകമ്മല കാണാം. തങ്ങൾപ്പാറയുടെ ഒരു ഭാഗം കാണാം. ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളൊക്കെ അവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ. അവിടെ ആ ഒരു റിസോർട്ടിന് മുകളിൽ നിന്നൊരു കാറ്റാടി കറങ്ങുന്നുണ്ടോ? വാഗമണിലെ കാരികാട് ടോപ്പ് അല്ലെങ്കിൽ പുലിവച്ച വളവ്. വാഗമൺ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. വാഹനങ്ങൾക്ക് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു, വന്ന് കിടക്കുന്നു. ഇവിടെ എല്ലാം ഫുള്ള് റഷാണ്.